ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ചേർത്തലയിലാണുള്ളത്. അപ്പോൾ ഇവിടെ കല്യാണത്തിൻ്റെ കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസിയാണത്. എൻ്റെ വൈഫാണ് ഇന്നത്തെ കുക്കിംഗ് ഒക്കെ. അപ്പോൾ ഇൻസ്റ്റയിലിട്ട് ഫേമസ് ആയ നമ്മുടെ ചീരത്തോരൻ എങ്ങനെ വെക്കും എന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഫുൾ റെസിപ്പി, ഫുൾ ക്വാണ്ടിറ്റി, ക്വാളിറ്റി എല്ലാം ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സബോള, പച്ചമുളക്, കുറച്ച് ഗാർലിക്ക്, 2 നീളൻ പച്ചമുളക് വരഞ്ഞിടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചീരയല്ല. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളുടെ സബോളയും പച്ചമുളകും കൂടി ഇടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഇടിച്ച് ചേർക്കണതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ആ ഒരു കറിയിൽ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒറ്റയ്ക്ക് കടിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ ഇടിച്ച് ചേർക്കുമ്പോൾ. അപ്പോൾ വൈഫിൻ്റെ പുതിയൊരു കോസ്റ്റ്യൂമാണ്. എങ്ങനെയുണ്ട് ഗൈസ്? നല്ലതാണോ? നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഡ്രസ്സ് നമുക്ക് ഗിവ് അവേ ആയിട്ട് അയച്ചു തരും. കഴുകിയിട്ട് അയച്ചു കൊടുക്കണം, കഴുകാണ്ട് അയച്ചു കൊടുക്കണം. ആളൊന്നും മിണ്ടുന്നില്ല, ചളിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മളുടെ ആ ഇടിച്ച സവോളയും പിന്നെ മുളകും കൂടെ ഇട്ടിരിക്കുകയാണ് എണ്ണയിലേക്ക്. അപ്പോൾ ഇത് ഇനി ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. നമുക്ക് അറിയാം, അടുക്കളകളിലൊക്കെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചെറിയൊരു ഫാനാണ്. ഇത് ഒരു പ്രീതി കമ്പനിയുടെയാണ്. ഒരു 3000-3500 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പിന്നെ നമുക്ക് കടയിലെ ഒരു സ്റ്റാഫ് കൊണ്ടുവന്ന പഞ്ചാമൃതം ഉണ്ട് നമുക്ക്. അപ്പോൾ വൈഫ് അവിടെ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പഞ്ചാമൃതം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ സംഭവം വേവുന്ന സമയത്ത് നമ്മൾ പഞ്ചാമൃതം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ വീട് പഴനീരെയും ഇതിൻ്റെയൊക്കെ അടുത്താണ്. ഈ ആലപ്പുഴ അല്ലെങ്കിൽ ചേർത്തല വെച്ചിട്ട് അടുത്താണെങ്കിൽ കൂടെ നമ്മളാരും അങ്ങനെ പോയി പഞ്ചാമൃതം ഒന്നും വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പല നേർച്ച പായസങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് അല്ലാതെ പഞ്ചാമൃതം ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. സാധാരണ നേർച്ച പായസങ്ങളിലേക്ക് വിട്ടിട്ട് നല്ല ഒരു ഡേറ്റ്സിൻ്റെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. ആയിന്ന് ഒന്ന് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ചീര ഇട്ടു. ഭയങ്കര എളുപ്പപ്പണിയാണ്, അല്ലാതെ വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമല്ല. പക്ഷെ ടേസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യത്തെ അടിപൊളിയായിരുന്നു. ഈ പ്രാവശ്യത്തെ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയും. അപ്പോൾ നമ്മൾ ഒരു മുറി തേങ്ങയും എടുത്തിട്ടുണ്ട് ഇതിൽ ചിരകി ഇടാൻ വേണ്ടിയിട്ട്. ഇത് ടേസ്റ്റും ഫ്ലേവറും കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചീരയുടെ. അപ്പോൾ ഒരു മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഉപ്പിടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇത് നമ്മളുടെ അവിടെയൊക്കെ ഉപ്പ് ഉപയോഗിക്കുന്നത് പിങ്ക് സോൾട്ടാണ്. പിങ്ക് സോൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ ഹിമാലയൻ സോൾട്ട്. അത് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. പക്ഷേ നമുക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് പിങ്ക് സോൾട്ട് നല്ലതാണ്. നമ്മളുടെ അയോഡൈസ്ഡ് സോൾട്ട് ഉപയോഗിക്കുമ്പോൾ പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പിങ്ക് സോൾട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ടേസ്റ്റും കിട്ടും, എന്നാൽ പ്രഷർ കൂട്ടൂല. അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നല്ലൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ നിത്യ ഭക്ഷണങ്ങളിലൊക്കെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണത്തിലും ഈ പിങ്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് തേങ്ങയിലേക്ക് മഞ്ഞപ്പൊടി ഇടണം. അപ്പം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്കിംഗ് ഒക്കെ. ഒരു ഏകദേശം ഒരു 3-4 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ സാധനം റെഡി ആയി കഴിഞ്ഞു.
എനിക്ക് തോന്നുന്നു ഈ മഞ്ഞപ്പൊടി ഇട്ട് ചതച്ചത് അത് എല്ലാം നന്നായി മിക്സ് ആവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പലയിടത്തും പലതായിട്ട് കിടക്കുമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം. ഇതിൽ നമ്മളുടെ തേങ്ങ കൂടുതൽ ചേരും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും. നമ്മൾ എത്ര ചീരയ്ക്ക് എങ്ങനെയൊക്കെയാണ് എടുത്തത് ഒന്ന് പറയാമോ നമ്മളുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്? എത്ര ചീര എടുത്തത്? എത്ര തണ്ട്? 5-6 തണ്ട് ചീര അല്ലേ? അതിലേക്ക് നമ്മൾ എത്ര തേങ്ങയാണ് ചേർത്തോളൂ? ഹാഫ് തേങ്ങ ഉണ്ടായുള്ളൂ. അത് കണ്ടിട്ട് ഒരു തേങ്ങയുടെ ഫുള്ള് പോലെ തോന്നിയില്ല. വലിയ തേങ്ങയാണ് കേട്ടോ ഗൈസ്, അതുകൊണ്ടാണ് കുറേ ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത്? സബോള, വെളുത്തുള്ളി കുറച്ച്, ഒരു 4 പീസൊക്കെ അല്ലേ, 4-5 പീസ്. പിന്നെ സബോള എത്ര എടുത്തുണ്ടായിരിക്കും ക്വാണ്ടിറ്റി? ഹാഫ് എടുത്തു. ഒരു 5 മിനിറ്റും കൂടെ വെക്കേണ്ടി വരും അല്ലേ? അപ്പൊ ഇന്ന് ഈ ഒരു കറി മാത്രമേ ഉള്ളൂ, വേറെ കറികളൊന്നുമില്ലേ? വേറെന്താണ് സ്പെഷ്യൽ? ചിക്കൻ റോസ്റ്റാ? ഓക്കെ. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നമുക്ക് ഇതിൽ തന്നെ കാണാം. ഈ 2-3 വീഡിയോ ആയിട്ട് കാണുന്നയാളും നല്ലത് ഒരു വീഡിയോയിൽ 2 കറി കാണാമല്ലോ. അപ്പോൾ എളുപ്പപ്പണികളായിരിക്കുള്ളൂ, ഈ മടിയുള്ള ഭാര്യമാരുടെ എളുപ്പപ്പണി വീഡിയോസ് കുക്കിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചീര തോരൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ലൈറ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാനൊന്ന് പോയി കുളിച്ചൊക്കെ വന്നു, പുറത്തുനിന്ന് വന്നതായിരുന്നു. അപ്പോൾ കുളിച്ച് വന്ന് ആ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ചീരത്തോരൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. ഗൈസ് കൊള്ളാം സാധനം, പക്ഷേ ഉപ്പില്ല. ഉപ്പ് ഇച്ചിരി കൂടെ ഇടും. ഉപ്പും മുളകും അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇടാവുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് ആരും കൂടുതൽ ആദ്യം തന്നെ ഇടണ്ട, ലാസ്റ്റിലൊന്ന് ശരിയാക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഉപ്പെടുക്കാൻ പോവാണ്. അപ്പോൾ മറ്റേ സോൾട്ട് ബേ കാണിക്കണ പോലെ, കാരണം ഏതൊരു കറിയാണെങ്കിലും ഉപ്പില്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ചെറിയ കൂടെ വേണം. ഇനി നമ്മൾ ഇട്ടിട്ട് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. അതുകൊണ്ട് പേടിക്കണ്ട. ഒട്ടും തന്നെ സമയം കളയാതെ അടുത്ത ചിക്കൻ റോസ്റ്റിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ വൈഫ് അവിടെ ചിക്കനും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളി കുറച്ച് ബാക്കിയുണ്ട്. ഉള്ളിയല്ല, സബോള. ഇപ്പോൾ സബോള ഉണ്ട്, പിന്നെ ഒരു പീസ് ലെമൺ എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളകുണ്ട്. പിന്നെ ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്? എന്തൊക്കെയാണ് ചേർത്തേക്കുന്നത്? ഉപ്പ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് നല്ലതായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുക. അതാകുമ്പോൾ നല്ല കളറും കിട്ടും, എന്നാൽ എരിവ് കുറവായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ പാന് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അവള് എല്ലാ കറി ഉണ്ടാക്കുമ്പോഴും കൈ മുകളിൽ വെച്ച് പ്ലഡ്ജ് ചെയ്യും. ഈ കറി നന്നാക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലഡ്ജ് ചെയ്തിട്ടാണ് സാധനങ്ങളൊക്കെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് സത്യപ്രതിജ്ഞയാണ് കണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ മുളകും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടത്. അടുത്തായിട്ട് സബോള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എത്ര സബോള ഉണ്ടായിരിക്കും? 1.5 സബോള ഏകദേശം ഉണ്ട് കേട്ടോ. അത് നന്നായി മൂപ്പിച്ചെടുത്തോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഗൈസ് ചീറ്റിംഗ്. ദേ ഇവിടെ വേറൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടാണ് അവൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് ആ സാധനം പിടിച്ചു. അപ്പൊ ഉണ്ടാക്കാറിഞ്ഞിട്ടൊന്നല്ല, ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുള്ള സമയം. ആദ്യം തന്നെ ഇടുന്നത് ഒരു നുള്ള ടർമറിക് പൗഡർ, നെക്സ്റ്റ് ഇച്ചിരി മല്ലിപ്പൊടി, അതും കുറച്ച് മതി, കൂടുതൽ വേണ്ട. ഇനി ഗരം മസാല, അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ ഗരം മസാലയാണ്. കടയിൽ നിന്ന് മേടിച്ച് വേണമെങ്കിലും ഇടാം. പിന്നെ ഒരു ഇച്ചിരി മതി. നമ്മൾ ഓൾറെഡി മുളക് പൊടി ഒരു പേരിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഏകദേശം അത്യാവശ്യം നല്ലതായിട്ട് മൂത്തിട്ടുണ്ട്. ഇനിയും കൂടുതലായി കഴിഞ്ഞാൽ സബോള കടിക്കാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ ഇനി ചിക്കൻ ഇടാണ്. ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞു കൊടുക്കണം. അടുത്തതായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വയ്ക്കാൻ പോവാണ്. ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കാൻ പോവാണ്. 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ. അപ്പോൾ ഞാനും അത്യാവശ്യം കുറച്ചൊക്കെ കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി ചിക്കനിലൊന്നും വെള്ളം ഒഴിക്കാറില്ല. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഫ്ലേവർ ഇതൊക്കെ പോകും. അപ്പോൾ നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ ആ 10 മിനിറ്റിൽ അവൾ എന്തോ വീഡിയോ ഒക്കെ കണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഫ്രെയിമാണ്, അപ്പോൾ അതൊന്ന് പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ സാധനം റെഡിയായി. സ്റ്റൗ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം.